എനിക്കിപ്പോൾ രോഹിത് വെമുല എന്ന എന്റെ കൂടപ്പിറപ്പിന്റെ നിലവിളി കേൾക്കാം. ജാതി വിവേചനത്തിന്റെ അട്ടഹാസങ്ങൾ കേൾക്കാം. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ജീവിതം വീണ്ടും വഴുതി പോകുന്നു. കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയന്റെ കുറിപ്പിലെ വാക്കുകളാണിവ. സംസ്കൃതം അറിയാത്ത ഗവേഷക യൂണിയന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ SFI നേതാവ് എന്ന പേരിൽ സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ വാർത്തകൾ നൽകാൻ മാധ്യമങ്ങളും മുന്നിട്ടിറങ്ങി. പക്ഷേ ഒരാളും ഒരിടത്തും പറഞ്ഞില്ല SFI നേതാവിനെതിരെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ ഡീൻ റിപ്പോർട്ട് നൽകിയെന്ന്. MA, B.Ed, M.Ed, M.Phil ബിരുദങ്ങളുമായി പ്രവേശന യോഗ്യത നേടി ഗവേഷണം നടത്തിയ വിദ്യാർത്ഥി മീൻ മാർക്കറ്റിൽ കണക്കെഴുതിയും വീടിന്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുമാണ് അയാൾ ബിരുദങ്ങളുമായി ഗവേഷണത്തിന് യോഗ്യത നേടിയത്. അയാളുടെ ഡോക്ടറൽ ഗവേഷണ പ്രബന്ധം ഇവാലുവേഷൻ കഴിഞ്ഞ് ഓപ്പൺ ഡിഫൻസും കടന്ന് ക്വാളിഫൈ ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം സർവകലാശാല സംസ്കൃത വിഭാഗം ഡീൻ വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്നൊരു കുറിപ്പ് സർവകലാശാല VC-ക്ക് നൽകുന്നു. ആ രഹസ്യക്കുറിപ്പ് പക്ഷേ പത്രക്കാർക്ക് കിട്ടി. ഒപ്പം അയാൾ SFI നേതാവ് കൂടിയായപ്പോൾ അയാളുടെ അക്കാദമിക് യോഗ്യതകൾ തിരക്കാതെ കൊത്തിപ്പറിക്കാൻ കഴുകൻ കണ്ണുകളുമായി ആളുകൾ പറന്നെത്തി. ആരായിരുന്നു വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞ ആ അധ്യാപിക? RSS BJP രാഷ്ട്രീയം പിന്തുടരുന്ന കേരള സർവകലാശാലയിലെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകയായ വിജയകുമാരി. അതേ വിജയകുമാരിയായിരുന്നു വിപിൻ വിജയന്റെ M.Phil പ്രബന്ധത്തിന്റെ സൂപ്പർവൈസറും. അതേ അധ്യാപിക സാക്ഷ്യപ്പെടുത്തിയാണ് വിപിൻ M.Phil കരസ്ഥമാക്കിയതും. ഇതേ അധ്യാപിക ഓപ്പൺ ഡിഫൻസിന് ശേഷം വിപിനോട് പറഞ്ഞത്, നിനക്ക് PhD കിട്ടുന്നത് പോയിട്ട് സംസ്കൃതത്തിലെ ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും അർഹതയില്ല എന്നാണ്. അതിനുശേഷം പിന്നെയും ആ അധ്യാപിക പുലമ്പുകയുണ്ടായി. ദേവഭാഷയായ സംസ്കൃതത്തെ ചിലർ മലിനമാക്കി. നീയൊക്കെ കയറിയ ഈ ഡിപ്പാർട്ട്മെന്റ് അശുദ്ധമായി, ഇനി ശുദ്ധീകരണം നടത്തണം. ഇതേ അധ്യാപികയുടെ മറ്റൊരു പ്രസ്താവന ഇപ്രകാരമാണ്: പറയനും പുലയനുമൊക്കെ എത്ര ശീർഷാസനം ചെയ്താലും ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ സംസ്കൃതം അവർക്ക് വഴങ്ങില്ല. ജാതിയുടെ വിഷം ചിന്തയിലും പ്രവൃത്തിയിലും തീണ്ടിയ ഒരു അധ്യാപികയുടെ മലീമസമായ മനസ്സാണ് വർഷങ്ങൾ കൊണ്ട് സ്വരുക്കൂട്ടിയ അക്കാദമിക് നേട്ടങ്ങളും മെറിറ്റും ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ പോലെ ഇരുട്ടത്ത് ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് നിർത്തിയത്. പച്ചയായ ജാതി വിവേചനം ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അക്കാദമിക് ഭാവി ഇല്ലായ്മ ചെയ്യാൻ ഒരു കൂട്ടം ശ്രമിക്കുമ്പോൾ കേരളത്തിലെ അക്കാദമിക മനസാക്ഷിക്കും സമൂഹത്തിനു മുന്നിൽ കണ്ണിൽ നിന്നും ചോര വാർത്ത് നിൽക്കുകയാണ് ആ വിദ്യാർത്ഥി.